നാട്ടിൽ നിന്ന് ലീവും കഴിഞ്ഞ് ഡൽഹിയിലോട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വിത്തുകളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം മെയിനായിട്ട് ചീരയും പച്ചമുളകായിരുന്നു. നാട്ടിലെ കാന്താരി മുളകില്ലേ, അതിൻ്റെയൊക്കെ വിത്തിനായിരുന്നു എനിക്കിഷ്ടം. കാരണം ഇവിടെ അത് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ നാട്ടിലെ ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ മുളകിൻ്റെ വിത്തും കൂടെ പറഞ്ഞത്. പിന്നെ കുറച്ച് വെണ്ടേൻ്റെ വിത്ത്, പിന്നെ ചീര വിത്ത്, അതൊക്കെ തന്നിക്കേ. പക്ഷേ ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ വന്ന സമയത്ത് തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്തായാലും തണുപ്പ് സമയത്ത് ഇതൊന്നും പൊടിക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ തണുപ്പ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ചീര ഞാൻ നട്ടു കേട്ടോ. തണുപ്പ് കുറച്ചൊന്ന് മാറിയ സമയത്ത് ചീര നട്ടു. പിന്നെ നമ്മൾ വെള്ളരി നടാൻ വേണ്ടി കുറച്ച് ഇലയില്ലേ, ഉണങ്ങിയ ഇല ചപ്പൊക്കെ ഇങ്ങനെ കത്തിച്ച് സ്ഥലമൊക്കെ റെഡിയാക്കി അതും നടുന്നുണ്ട്. പിന്നെ ഇത് ഉള്ളിത്തണ്ട് നമ്മൾ വെറുതെ ഒന്ന് നട്ട് നോക്കിയത്, അതും ഉണ്ടായി കിട്ടി. അങ്ങനെ ഇതാ നട്ടതെല്ലാം വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മെയിനായിട്ട് നമ്മൾ ചീരയാണ് നട്ടത്. പിന്നെ ബീട്രൂട്ട് നട്ടു കൊടുത്തു. ബീട്രൂട്ടിൻ്റെ തൈ എനിക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നതാണ്, അനു. അവളാണ് ബീട്രൂട്ടിൻ്റെ തൈ തന്നത്. അപ്പം പിന്നെ ചീരയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞു പ്രായത്തിലുള്ള വീഡിയോസൊക്കെ മിസ്സായിപ്പോയി, ഞാൻ എടുത്തു വെച്ചിനെ, അത് കാണുന്നില്ല. അങ്ങനെ ചീര നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കും. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ല. അങ്ങനെ ഇത് പിന്നെ പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത് നിറയെ പുഴുക്കൾ, ഇതിൻ്റെ ഇല പുഴുക്കൾ തിന്നു. അതിനൊരു ഒരു പ്രശ്നമേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായിട്ട് ചീര വളർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വരുന്ന സമയത്ത് ഇവിടെ തണുപ്പാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ തണുപ്പ് മാറുന്നവരെ വെയിറ്റ് ചെയ്ത് അപ്പോഴേക്കും നമ്മുടെ വെള്ളരീൻ്റെ വിത്ത് അത്ര ക്വാളിറ്റി ഇല്ലാന്ന് തോന്നുന്നു. വെള്ളരിയിൽ പൂവ് ഉണ്ടാകുന്നുണ്ട്, നിറയെ പൂവൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ അതിൽ കായ പിടിച്ചില്ല. ചെറിയ കുഞ്ഞ് കായ വരും, പക്ഷേ അത് ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തായാലും അത് പോക്കാന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ നട്ടതിൽ പിന്നെ വെണ്ട കുഴപ്പമില്ല, വെണ്ട ഉണ്ടായിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ വെണ്ടെങ്കിലും ഒരുമിച്ച് ഉണ്ടാകുന്നില്ല, ഓരോന്നോരോന്ന്. അതെന്ന് വെച്ചാൽ വെയിൽ കിട്ടുന്നിടത്തിലേക്കാണ്. ഇപ്പുറത്തെ ഒരു സൈഡിൽ തണലാണ്, അതുകൊണ്ട് വലിയൊരു മരം ഉള്ളതുകൊണ്ട് ഒരു സൈഡിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ വെയിൽ കിട്ടുന്നുള്ളൂ. ആ വെയിൽ അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഓരോ സമയത്ത് ഓരോ ദിവസം ഓരോ വെണ്ട കാണും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായല്ലോ, എന്നിട്ട് അത് നമുക്ക് പറിക്കാൻ പറ്റുക, അത് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ആണ്, പിന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഇത് വിളവെടുക്കുന്ന സമയത്താണ് അല്ലേ. പിന്നെ ഇത് കുട്ടികൾക്കാണ് ഇത് ഭയങ്കര സന്തോഷം. ഇപ്പം വെണ്ട പറിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ പറിക്കുന്നത് അത് ഉണ്ടായ സാധനങ്ങൾ പറിച്ചെടുക്കാൻ അവന് ഭയങ്കര ഇഷ്ടം. ഫസ്റ്റ് ഞാൻ ഇത് കട്ട് ചെയ്തല്ലോ, ചീര കട്ട് ചെയ്ത്, ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു തവണ എനിക്ക് തോന്നുന്നൊരു 3 തവണയെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും അതിന് തളിര് വരുമല്ലോ, അപ്പോൾ നമുക്ക് വീണ്ടും അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഒരു നേരത്തേക്കുള്ള ഉപ്പേരി, അല്ലെങ്കിൽ അത് നമ്മളെ ഒരു വളവും ഇടാത്ത പിന്നെ വിഷം അടിക്കാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും നമുക്ക് മക്കൾക്ക് ഇത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞ് വാഴയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇലയടയൊക്കെ ചുടണമെങ്കിൽ വാഴ ഇലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് നട്ട് കഴിഞ്ഞാലും പ്രത്യേകിച്ചൊരു വളങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ടതൊന്നും വെറുതെ ആവില്ല, എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ചും കൂടി വളമൊക്കെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാവും. പക്ഷെ ഞാനിവിടെ നട്ടു നനച്ചു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ടും എനിക്ക് ഇത്രയും നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ കുറച്ചും കൂടിയും നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി വെക്കണം. ഒരു പാത്രം വെച്ച് എണ്ണ ചൂടായ ശേഷം കടുകിട്ട്, പിന്നെ വലിയ ഉള്ളി ഇട്ടു, പിന്നെ പച്ചമുളകും ഒക്കെ ഇടും. പിന്നെ നമ്മൾ ചീര ഇട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇടും. പിന്നെ എന്നിട്ട് അത് വാടി വന്നു കേട്ടോ. നന്നായിട്ട് വാട്ടിയ ശേഷം പിന്നെ അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം മറ്റേ സൈഡിൽ ഒരു 3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കും. എന്നിട്ട് ആ മുട്ടയും കൂടി നന്നായിട്ട് നല്ല ഉപ്പേരി പോലെ ആക്കിയെടുക്കും. അതിനുശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഉപ്പേരി എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ മുട്ടയും ചീരയൊക്കെയുള്ള ഉപ്പേരി നമ്മൾ പിന്നേക്ക് വെക്കരുത്, അത് അപ്പം തന്നെ കഴിക്കണം. ലാസ്റ്റ് ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. ഒരു ടേസ്റ്റ് ഇല്ലാത്ത, അല്ല ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം, മുട്ടയ്ക്കൊരു സ്മെല്ലടിക്കുന്ന പോലെ തോന്നേ. പക്ഷേ ഇത് ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വേറൊരു ദിവസമായി. അപ്പോൾ മറ്റൊരു ദിവസം നമ്മൾ എന്ത് ചെയ്തു, ബീട്രൂട്ട്. ഇനി ഇതിപ്പം ഇത് കണ്ടോ, ഇതൊക്കെ മണ്ണിൻ്റെ
മണ്ണില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളിത് പ്രോപ്പറായിട്ടല്ലല്ലോ നട്ട്. നമുക്കിത് എനിക്ക് ശരിക്കും അതറിയില്ല എങ്ങനെയാണ് നടേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെടി നടുന്ന പോലെ നട്ടു കൊടുത്തു. അത് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കായ്ഫലം കിട്ടുകയാണ് ഇതിന്. പക്ഷെ നമ്മളത് നട്ടതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും അത്. എന്നാലും അത്രയെങ്കിലും ഉണ്ടായി. പിന്നെ അടുത്ത തവണ പിന്നെ കൂടുതൽ നല്ല രീതിയിൽ നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ആ നട്ടതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു നേരത്തേക്കുള്ള ഉപ്പേരിക്കുള്ള ബീട്രൂട്ട് കിട്ടി. ബീട്രൂട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നടുന്നത്. അതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ഇങ്ങനെ അതിൻ്റെ വിളവെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ ആദ്യത്തെ ഒരു വിളവെടുപ്പിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട് വിട്ട് നിൽക്കുമ്പോൾ നമുക്കിതിങ്ങനെ ചെയ്ത്, നാട്ടിലാണെങ്കിൽ നമുക്കതിൻ്റെ എല്ലാ വളങ്ങളായിട്ടും എല്ലാം കിട്ടാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതിലൊരു ഭയങ്കര ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളും അത് അറിയിക്കുക കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്ത് നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഈ ബീട്രൂട്ടൊക്കെ ഏകദേശം കുറച്ചൊക്കെ അങ്ങ് ചീത്തയായി പോയിക്കും കേട്ടോ. നമുക്ക് നല്ലതായിട്ട് ഉപ്പേരിക്ക് നല്ലതായിട്ട് കിട്ടിയത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പറിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് ഇത് ശരിക്കും ഇതിൻ്റെ ചെറു പ്രായത്തിൽ ഇതിൻ്റെ തളിരില വരുമല്ലോ, ഈ ഇലയും നമുക്ക് ചീര ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ വെക്കാൻ പറ്റും, നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ എൻ്റെ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ഭയങ്കര പുഴുശല്യം ഉണ്ടായിരുന്നേ. ഇലയൊക്കെ പുഴു തിന്നുകൊണ്ട് നമുക്ക് എടുക്കാനൊരു മടിയായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ആകെ കിട്ടിയ ബീട്രൂട്ട് ഇത്രയാണ്. ഇനി ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം.